അടുത്ത് എത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നു. പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത് 244 കിലോമീറ്റർ ആണ്. പെരിയാറിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേക്കണേ. ഗൈസ്, ഇത് ഇടുക്കിയിലെ ഒരു വാട്ടർഫാൾ ആണ്. ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല. ഇവിടെ നിന്നൂടെ പാസ് ചെയ്തപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തന്നതാണ്. ഇത് കാണാൻ എത്ര പേരാണല്ലേ വന്നിരിക്കുന്നത്. ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ നിർത്താതെ പോകുന്നത്. അപ്പൊ ഗൈസ്, ഇനി കാണാൻ പോണ വാട്ടർഫാളിന്റെ പേരാണ് വളറ വാട്ടർഫാള്. കിടക്കുന്നത് ജോയിനായിട്ട് കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗായ്സ്. അപ്പൊ ഗായ്സ്, നമ്മൾ അടിമാലിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഗായ്സ്, ടൗൺ കഴിഞ്ഞ് വീണ്ടും കാട് പിടിച്ചിടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സിപ്പ് ലൈന് കണ്ട് ഇതിനകത്ത് ഞാൻ എന്തായാലും കയറും. എവിടെ സിപ്പ് ലൈൻ? നമുക്ക് ഇറങ്ങിയാൽ നിർത്തുമല്ലേ. അപ്പൊ ഗൈസ്, ആ മലയുടെ മേലില് കോടമഞ്ഞിരിക്കുന്ന കണ്ടോ? അപ്പൊ ഗൈസ്, ഈ കുന്നിന്റെ പേരാണ് കരടിക്കുന്നെന്ന്. ഈ കുന്നിൻ്റെ മേലിലൊക്കെ കരടി വരുന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും കരടിക്കുന്നെന്ന് പേര് വന്നതല്ലേ. അപ്പൊ ഗൈസ്, നമ്മൾ മൂന്നാർ എത്തിയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഇത് മൂന്നാറിലെ തേയിലത്തോട്ടമാണ്. നല്ല ഭംഗിയുണ്ട് ഗൈസ്, നല്ല ഭംഗിയുണ്ട്. എനിക്ക് കണ്ടിട്ടും മതിയായിരുന്നില്ല ഗൈസ്. നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ 2 ഹോട്ടൽസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ മേൽക്കൂര നോക്കിയാണ് പച്ച വിരിച്ച പോലെ കിടക്കുന്നല്ലേ. അപ്പൊ ഗൈസ്, നമ്മളെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ. അപ്പൊ ഗൈസ്, ദാ ഒരു ഹെലികോപ്റ്റർ പാസ് ചെയ്യുന്ന കണ്ടോ ഗായ്സ്. മൂന്നാറിൽ നല്ല തണുപ്പാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചുട്ട വെയിലാണ് ഗായ്സ്. ഇനി എൻ്റെ ഫിഷ് ഫ്രൈ ആക്കാനേ കൊള്ളാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഒരു ഗോളി സോഡ മേടിച്ചിട്ടുണ്ട്. ഇനി ഇത് തുറക്കാം. അയ്യോ, പറ്റുന്നില്ല ഗായ്സ്, പറ്റത്തില്ല, എനിക്ക് ശക്തിയൊന്നുമില്ല ഗായ്സ്. ഒരു ഐഡിയ ഉണ്ട്. അയ്യോ ഗായ്സ്, ഐഡിയ വലിച്ചില്ല, പറ്റുന്നില്ല. വാപ്പിക്ക് ഉണ്ട് ആദ്യം സോഡ. ഇപ്പൊ തുറക്കും. എനിക്ക് പറ്റിയില്ല. അയ്യോ, തുറന്നു. അപ്പൊ ഗൈസ്, ഞാൻ തുറന്നിട്ടുണ്ട് ഗൈസ്. ആരെയും സഹായമില്ലാതെ ഞാൻ തുറന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഗോലി സോഡ കുടിക്കാം. അയ്യോ, ഇത് ഗ്രീൻ ആപ്പിളിന്റെ ആണ് ഗൈസ്. നല്ല ഗ്യാസ് ഉണ്ട്, നല്ല ഇതുണ്ട്. പറഞ്ഞു കുലിക്കുക പൊട്ടിത്തെറിക്കും. അതെ, അപ്പൊ പൂസവി കുലിക്കോണ്ടിരിക്കുന്നു. ഇനി കുളിച്ചിട്ടേ പോവും മൂസിവി. അങ്ങനെ എല്ലാവർക്കും ഗോലി സോഡ കിട്ടി. അപ്പൊ ഗൈസ്, നമ്മൾ ഒരു തണലുള്ള സ്ഥലത്ത് നിന്ന് ഇവിടെ നല്ല കാറ്റുണ്ട് ഗൈസ്, നല്ല കാറ്റുണ്ട്. അവിടത്തെ ഗൈസ്, നമ്മൾ കുടിച്ചോണ്ടിരുന്നപ്പോ വീണ്ടും ഇത് ഓടുകയാണ്. ആദ്യമായി കുടിച്ചോണ്ടിരുന്നപ്പോ അടഞ്ഞു ഗൈസ്. എങ്ങനെയൊക്കെ തുടങ്ങാൻ ശ്രമിച്ചിട്ട് ഞാൻ തുറന്നു കൊടുക്കും.
നമ്മളെ വീരശൂര പരാക്രമി കണ്ട് തുറന്നിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ തേയിലത്തോട്ടത്തിലോട്ട് ഇറങ്ങി. അപ്പൊ ഗൈസ് നമ്മൾ തേയിലത്തോട്ടത്തിൽ നിന്ന് പോകുകയാണ്. ഗൈസ് ഈ മരത്തിന്റെ പേരാണ് യൂക്കാലി മരം. അപ്പൊ ഗൈസ് നമ്മൾ മൂന്നാറിലെ ഒരു പാർക്കിനകത്ത് പോവുകയാണ്. കേട്ടാ അതിനകത്ത് ഞാൻ കയറാൻ പോവുകയാണ്. അപ്പൊ ഗൈസ് നമുക്ക് പോവാം. അപ്പൊ ഗൈസ് ഇവിടെ നിന്നൂടെ കയറിയാണ് നമ്മൾ പാർക്കിന്റെ അകത്ത് കയറാനുള്ളത്. അപ്പൊ ഗൈസ് ഇത് ആമ്പൽക്കുളമാണ്. നല്ല രസമുണ്ടല്ലേ? ആ പാലം കയറി നമുക്ക് കാണാം. അപ്പൊ ഗൈസ് ഈ ചെടി എന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഗായ്സ് 4 പേരിലും ഫസ്റ്റ് ഞാനാണ് ഗായ്സ് കയറുന്നത്. സിപ്പ് ലൈനിൽ കയറണോന്ന് പറഞ്ഞിരുന്നാലും ലാസ്റ്റ് എത്തിയപ്പോ എന്തൊരു പേടിയായിരുന്നു അറിയാവോ ഗായ്സ്? നല്ല പേടിയുണ്ടായിരുന്നു ഗായ്സ്. ഇങ്ങനെ ആട്ടിയപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഗായ്സ്. എന്നെ നെഞ്ചിടിച്ചു പോയി. പക്ഷേ
ആയിരുന്നു. എന്തായാലും എനിക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പൊ ഗായ്സ് ഇനി ഹാത്തിമിന്റെ ഊഴമാണ്. അപ്പൊ കൂട്ടുകാരെ നമുക്ക് പാർക്കിലൊന്ന് അപ്പോൾ ഗായ്സ് നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ ഭയങ്കര വെയിലാ ഗായ്സ്, അതുകൊണ്ടാണ് നല്ല ക്ഷീണം. അപ്പോൾ നമ്മൾ മൂന്നാർ ടൗൺ എത്തി. അപ്പോൾ ഗായ്സ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അകത്ത് കയറാം. അപ്പോൾ ഗായ്സ് എല്ലാവർക്കും ഫുഡ് കിട്ടി കേട്ടോ. അപ്പോൾ എനിക്കും കിട്ടി. ഞാൻ നൂഡിൽസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെയിലാണ് കേട്ടോ.